إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, ധർമ്മനിഷ്ഠ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റിള തൃപ്തി നേടിയെടുക്കാൻ പാകത്തിലുള്ള ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഉത്ബുദ്ധരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തിലെ പരിശുദ്ധ റമളാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലോകം, ഇസ്ലാമിക സമൂഹം. സമഗ്രമായ ആസൂത്രണമാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത് എന്ന് നമുക്കറിയാം. പുണ്യ റമളാനിനെ അതിൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി ചൂഷണം ചെയ്യാൻ, ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരുക്കങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. റമളാൻ എന്ന് പറഞ്ഞാൽ 11 മാസത്തിന് ശേഷം കടന്നു വരുന്ന അതിഥിയാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഈ 11 മാസ കാലയളവിൽ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ഇസ്ലാമിക ജീവിത യാത്രകളിൽ സംഭവിച്ചു പോയ അപജയങ്ങളിലെല്ലാം അതിജീവനവും ആത്മസംസ്കരണവും വീണ്ടെടുപ്പും നടത്താൻ സാധിക്കുന്ന അമൂല്യമായ നിമിഷങ്ങളാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. ഒരു സുപ്രധാനമായ അതിഥിയാണ് വരുന്നത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം റമളാനിന് വേണ്ടിയുള്ള ഇസ്തിഅദാദുകൾ, തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. 2024 റമളാനിനെ കണ്ടുമുട്ടാനും ആചരിക്കാനും അതിലെ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ ഈ സമയം വരെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയാണെങ്കിൽ, ആയുസ് ദൈർഘ്യം അനുഗ്രഹമായി നാഥൻ അനുവദിച്ചു തരികയാണെങ്കിൽ
അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിലും സൗഭാഗ്യവതികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലേക്ക് ആഫിയത്തോടെ ആയുസ് ദൈർഘ്യത്തോടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇപ്പൊ 2024 റമളാൻ ലഭിച്ചു. 2025 റമളാനിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഏത് തരത്തിലുള്ള ഇസ്തിഅദാദുകളാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾക്ക്, നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ശുക്രിന്റെ കനം വർദ്ധിപ്പിക്കുന്ന ഒരു റമളാനാക്കി വരാനിരിക്കുന്ന റമളാനിനെ മാറ്റിപ്പണിയാനും ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യ സാക്ഷാത്കാരം നേടിയെടുക്കുന്ന മാസമാക്കി മാറ്റണം. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അള്ളാഹുവിന്റെ റിളയും മഹബത്തും നേടിയെടുക്കലാണ്. അതിന്റെ ഭാഗമായി നിർവഹിക്കുന്ന കർമ്മങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിബന്ധനകൾ പാലിക്കലാണ്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് ജീവിത ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന സൂക്തമാണ്. ഇതേ ആശയത്തിൽ 2 സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിലെ 2 അധ്യായങ്ങളിലായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 7-ാം സൂക്തമാണ്. ആമുഖമായി ഓതിവെച്ചത് 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലൂടെ നിർവഹിക്കാൻ പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും നാം സംവിധാനിച്ചിട്ടുള്ളത്, ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമലാ, ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ അഹ്സനു അമലാ, ഏറ്റവും ഉദാത്തമായി കർമ്മങ്ങൾ നിർവഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലൂടെ പ്രതിനിമിഷം, പ്രതിദിനം, പ്രതി ആഴ്ച, പ്രതിമാസം, പ്രതിവർഷം എന്ന നിലക്ക് നമുക്കങ്ങനെ ഇസ്ലാമിക ജീവിതത്തിന്റെ ധന്യതയിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ അഹ്സൻ നിലവാരത്തിലേക്ക്, മതം പഠിപ്പിച്ച ഖുർആൻ അറിയിച്ച ആ ഒരു മെഷർമെന്റിലേക്ക്, മാനദണ്ഡത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ളവനാണ്, പ്രതാപശാലിയാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പറയാൻ. അപ്പൊ ജീവിതം സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ്, തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ടെക്നോളജികളൊക്കെ പല വിധത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന ആന്തരിക ദൗർബല്യങ്ങളെ നികത്താനും പരിഹരിക്കാനും പറ്റുന്ന വിധത്തിലുള്ള അവസരങ്ങൾ കുറയുന്നിടത്താണ് പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകാനിരിക്കുന്നത്. ഈ കോലത്തിൽ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അശുഭമായി തീരുമെന്ന് അനുഭവങ്ങളിലൂടെ നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ ലോകത്തിന്, സമൂഹത്തിന് മാർഗദർശനം കാണിച്ചു കൊടുക്കേണ്ട ഖൈറു ഉമ്മ, ഇസ്ലാമിക ഉമ്മത്ത്, ഉത്തമ സമൂഹം, ആ ഉത്തമ സമൂഹത്തിനിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുചിതമായ കാര്യങ്ങളൊന്നും അങ്ങനെ തുടർന്നു പോകേണ്ടതല്ല എന്നും, ഒരു തിരുത്തലും പടച്ചറബിലേക്കുള്ള തിരിഞ്ഞു നടക്കലും അനിവാര്യമാണ് എന്ന അവസരത്തിലാണ് പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. റമളാൻ എന്ന ഹിജറ വർഷത്തിലെ 9-ാം മാസം നമ്മെ അറിയിക്കുന്നത് എന്താണ്? നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒളിപ്പിച്ചു വെച്ച സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മെ എങ്ങനെയൊക്കെയാണ് വിശുദ്ധ റമളാൻ പരിശീലിപ്പിക്കുന്നത്? റമളാനിലൂടെ ഇസ്ലാമിക ഉമ്മത്തിനെയും വിശ്വാസി സമൂഹത്തെയും റമളാൻ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന റമളാനിന്റെ സവിശേഷതകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം വിശുദ്ധ റമളാനിലേക്ക് വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും സാമ്പത്തികമായും ഐഹികമായും ആത്മീയമായും എല്ലാ അർത്ഥത്തിലും റമളാനിലേക്കുള്ള പ്രവേശിക നമ്മൾ സജീവമാക്കി തീർക്കേണ്ടത്. അതിന് വിശുദ്ധ റമളാനിനെ കുറിച്ച്, ഹിജറ വർഷത്തിലെ 9-ാം മാസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും അറിയിച്ചതിനെ കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം നമുക്ക്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലും ആ തിരിച്ചറിവോടും കൂടിയായിരിക്കണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാൻ കുറിക്കുന്ന പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കടക്കേണ്ടത്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് ആയത്തുകളിൽ നിന്ന് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത് ഷഹ്റുൽ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റേത് മാത്രമല്ല,
എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിക്കപ്പെട്ട മാസമാണ് റമളാൻ എന്ന് ഹദീസുകളിൽ കാണുവാൻ കഴിയും. എന്നാൽ ആയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നത് റമളാനിലാണ് എന്ന് അറിയിക്കുകയാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് എന്ന് തുടങ്ങുന്ന സൂക്തം. ഷഹ്റു റമളാൻ, റമളാൻ മാസത്തിലാകുന്നു ഉൻസില ഫീഹിൽ ഖുർആൻ, വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വഴിയാണ്, ജനങ്ങൾക്ക് വെളിച്ചമാണ്, ജനങ്ങൾക്ക് മനുഷ്യർക്ക് ആകമാനമുള്ള മാർഗദർശനദായക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രവേശനം അഭിലഷിക്കുന്ന റമളാൻ മാസം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ്. അപ്പൊ നമ്മുടെ തയ്യാറെടുപ്പ് ഖുർആനുമായി ബന്ധിപ്പിച്ചായിരിക്കണം. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയമായ നിറവുള്ള റമളാനാക്കി വരാനിരിക്കുന്ന റമളാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അപ്പൊ 2024 റമളാനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതിന്റെ മുന്നൊരുക്കങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, തഖ്തീത്തുകൾ, ആസൂത്രണങ്ങൾ. നമ്മൾ പലപ്പോഴും വിചാരിച്ചിരുന്നു 2024 റമളാൻ കിട്ടിക്കഴിഞ്ഞാൽ 6000-ൽ പരം ആയത്തുകൾ, 114 അധ്യായങ്ങൾ, 30 ജുസ് കംപ്ലീറ്റ് തിലാവത്ത് നടത്തി പാരായണം ചെയ്ത് ഓരോ ഹർഫിന്റെയും പ്രതിഫലം നേടിയെടുക്കാൻ അങ്ങേയറ്റത്തെ ശ്രദ്ധ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്, അങ്ങനെയുള്ള ഒരുക്കമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോയ വർഷത്തിലെ റമളാനിന്റെ മുന്നോടിയായുള്ള മുൻവിധികളും ധാരണകളും ആസൂത്രണങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ കഴിഞ്ഞ വർഷത്തെ റമളാനിക ജീവിതത്തിൽ 30 ദിവസ കാലയളവിലെ നോമ്പിലൂടെ, അനുഗ്രഹീത രാപ്പകലുകളിലൂടെ, ഖുർആൻ അവതരിക്കപ്പെട്ട ആ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്ത് തീർത്ത എത്ര ആളുകൾ നമ്മളിലുണ്ട്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഇണകളിൽ. അപ്പൊ ഖുർആനുമായുള്ള ബന്ധം കഴിഞ്ഞ വർഷം ശരാശരിയായിരുന്നു എങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പൊ ഖുർആനിന്റെ അവതരണ, ആചരണ, ആഘോഷ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. തഫ്സീർ കയ്യെത്തും ദൂരത്തുണ്ടാകണം, നമ്മുടെ മൊബൈലുകളിൽ ഉണ്ടാകണം, നമ്മുടെ വീട്ടിലുണ്ടാകണം, പരിഭാഷകൾ ഉണ്ടാകണം, വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഉണ്ടാകണം. ഈച്ച് എവരി സിംഗിൾ പേഴ്സൺ ഇൻ അവർ ഫാമിലി, നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ കോപ്പി തിലാവത്തുൽ ഖുർആനിന് ഉറപ്പുവരുത്തണം. നമ്മൾ മക്കൾക്ക് നമ്മൾ മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഭാര്യയുടെ കയ്യിൽ മൊബൈലുണ്ട്, ഭർത്താവിന്റെ കയ്യിലുണ്ട്, മാതാവിന്റെ പിതാവിന്റെ കയ്യിലുണ്ട്, മകന്റെ മകളുടെ കൈവശമുണ്ട്. എല്ലാവരുടെയും കൈകളിൽ ഓരോരുത്തരും പാരായണം ചെയ്യുന്ന, ഓരോരുത്തരും ഉടമപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം. മാത്സര്യ ബുദ്ധിയോടെ ആ നന്മയുടെ തിലാവത്ത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം. ഒരു മാസം യാത്രയാക്കുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ 20 നോമ്പ് കൊണ്ട് പാരായണം ചെയ്തു തീർക്കണം. അവസാനത്തെ 10-ലെത്തിയാൽ അതിന്റെ പാരമ്യം, അത് പാരമ്യത്തിലേക്ക് തിലാവത്ത് എത്തുകയാണ്. 10 ദിവസം കൊണ്ട് 6000-ൽ പരം ആയത്തുകൾ ഓതി തീർക്കുകയാണ്. കാരണം അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ റബ്ബിനുള്ള ശുക്ർ കനമുള്ളതായി തീരുകയുള്ളൂ. അള്ളാഹു നിപ്പയിലൊന്നും നമ്മെ പെടുത്താതെ, കോവിഡിലൊന്നും ഉൾപ്പെടുത്താതെ, 2 പ്രളയകാലത്തും നമ്മുടെ ആയുസ് പിടിച്ചെടുക്കാതെ, ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊന്നും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇല്ലാതെ, അതേപോലെ കഴിഞ്ഞ റമളാനിൽ കണ്ടുമുട്ടിയ പലരും നമുക്കിടക്കില്ല. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ മസ്ജിദുകളിൽ റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെയൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളിലും നമ്മെ പെടുത്താതെ ബാക്കി വെച്ചത് എന്തിനായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആനിനോട് നീതി പുലർത്താൻ, ഖുർആനിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ. അങ്ങനെ അഹ്സനു അമല എന്നത് ഖുർആനുമായുള്ള ബന്ധം ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ ആക്കി തീർക്കുന്ന മാസമായി ഇൻഷാ അല്ലാഹ് റമളാൻ മാറുകയാണ് എന്ന പ്ലാനിങ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതേപോലെ തന്നെ റമളാൻ ഷഹ്റു സിയാമാണ്. ഹിജറ വർഷം 9-ാം മാസം, അടുത്ത മാസം ഇത് ശഅബാൻ അവസാന വാരത്തിലേക്ക് കടക്കുകയാണ്. ഇനി റമളാനിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നോമ്പിന്റെ മാസമാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ തന്നെ ഖുർആൻ അവതരിക്കപ്പെട്ട മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും ആയുസ് ദൈർഘ്യം അനുവദിക്കപ്പെട്ട് ആഫിയത്തോടുകൂടി റമളാൻ മാസത്തെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയസും, റമളാനിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. കാരണം
ഖുർആനിന്റെ അവതരണം നടന്ന മാസമാണ് എന്നാണ്. ഖുർആനിന്റെ അവതരണം നടന്നതുകൊണ്ട് നിർബന്ധ നോമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോമ്പിന്റെ വിധിവിലക്കുകൾ നമ്മൾ അറിയണം. നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ നമുക്കറിയണം. നോമ്പ് മുറിഞ്ഞു പോകുന്നത്, നോമ്പിന്റെ പ്രതിഫലം, നോമ്പിൽ നിന്ന് ലഭിക്കേണ്ട ചൈതന്യം, തഖ്വ, ഇതൊക്കെ വായിച്ചറിയാനും മനസ്സിലാക്കുവാനും പറ്റുന്ന വൈജ്ഞാനികമായ പ്രാമാണികമായ ഒരുക്കങ്ങൾ ഈ സമയത്തുണ്ടാകണം. നോമ്പിനെ കുറിച്ചും അതിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട കാര്യം അടുത്ത ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ആത്മാവടക്കം നമ്മൾ ചർച്ച ചെയ്യും. റമദാൻ മാസത്തിലേക്ക് അങ്ങ് ഒരുങ്ങുമ്പോൾ, അങ്ങ് കടക്കുന്ന സമയത്ത് റമദാനും ഇസ്ലാമിക പ്രമാണങ്ങളും വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മെ അറിയിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റമദാനിലേക്ക് പ്രവേശിച്ചാൽ നിർബന്ധ നോമ്പുണ്ട്. ആ നിർബന്ധ നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം നേടിയെടുക്കാൻ പാകത്തിലുള്ള വൈജ്ഞാനിക ബോധ്യം തീർച്ചയായും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റമദാനിനെ കുറിച്ച് ഖുർആൻ കൈകാര്യം ചെയ്യുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്ത് ഷഹ്റു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ മാസമാണ്. അവസാനത്തെ 10 നിർണയത്തിന്റെ രാവുണ്ട് എന്ന് നമുക്കറിയാം. ആ രാവ് 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവാണ്. റമദാനിന്റെ മുമ്പേ എന്തേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അവസാനത്തെ 10 നിർണയത്തിന്റെ രാവുള്ള 10ആണ്. പ്രവാചകൻ അതിനെ ഉപയോഗപ്പെടുത്തിയത് ഇഅ്തികാഫ് ഭജനം ഇരുന്നു കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കച്ചവട തിരക്കുകൾ, ബിസിനസ്സുകൾ, മറ്റ് യാത്രകൾ, ജീവിത വ്യവഹാരങ്ങൾ, അതേപോലെ കുടുംബ പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉപവാസം നമുക്ക് ആവശ്യമാണ്. ഉപവാസത്തിന്റെ മാസത്തിൽ തന്നെ ഈ ഇഅ്തികാഫ് ഭജനം ഇരിക്കൽ നമുക്ക് ആവശ്യമാണ്. ഈ കോലത്തിൽ കുടുംബഘടനകൾ പോയി കഴിഞ്ഞാൽ, മക്കൾ ഈ മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനെ മെരുക്കിയെടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ കഴിയണം. ഭൗതികമായ ചില തിരക്കുകളൊക്കെ മാറ്റിവെക്കണം. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഇസ്ലാമിക ഈമാനിക നിലവാരം അനുസരിച്ച്, കുടുംബഘടനയനുസരിച്ചുകൊണ്ട് ഞാൻ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കേണ്ടതുണ്ട്, 5 ദിവസം ഇഅ്തികാഫ് ഇരിക്കേണ്ടതുണ്ട്, 3 ദിവസം ഇഅ്തികാഫ് ഇരിക്കേണ്ടതുണ്ട്. ഒരു 24 മണിക്കൂറെങ്കിലും കുടുംബസമേതം ഒരു പള്ളിയിൽ ഇടം കണ്ടെത്തിക്കൊണ്ട് ധ്യാനത്തിലിരിക്കണം. ഇസ്ലാം സന്യാസം പഠിപ്പിച്ചിട്ടില്ല, ആടുജീവിതത്തിന് പോകാൻ പറഞ്ഞിട്ടില്ല, മല കയറാനും കാട് കയറാനും പറഞ്ഞിട്ടില്ല, ബഹുസ്വര സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ആരാരുമില്ലാത്ത ഒരിടങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ തഖ്വ നഷ്ടപ്പെടാതെ അങ്ങനെ സമൂഹവുമായി ബന്ധമില്ലാത്ത കോലത്തിൽ ജീവിച്ച് ഇസ്ലാം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന റമദാനിലൂടെ, അതിന്റെ അവസാനത്തെ 10ലൂടെ നിർണയത്തിന്റെ രാവിനെ ഭജനമിരുന്ന് ഉപയോഗപ്പെടുത്തി പിന്നീട് വരുന്ന 11 മാസ കാലയളവിലേക്കുള്ള തഖ്വയുടെയും തസ്കിയത്തിന്റെയും ഇസ്ലാമിക് ഐഡന്റിറ്റിയുടെയും ഇസ്ലാമിക ജീവിതത്തിന്റെയും ഒക്കെ എനർജിയെ, ഇന്ധനം സമ്പാദിക്കാനും സംഭരിക്കാനും വേണ്ടിയിട്ട് റമദാനിനെ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സന്യാസമല്ല, അത് പ്രകൃതിക്കിണങ്ങുന്ന, മനുഷ്യ മനസ്സിനിണങ്ങുന്ന, ക്രമീകരണം ഉണ്ടാക്കുന്ന, കൾച്ചർ ഉണ്ടാക്കുന്ന, വരാനുള്ള 11 മാസ കാലയളവിലേക്ക് വേണ്ട ഇസ്ലാമിയത്ത് സംഭരിക്കാൻ സാധിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങളായി മാറും. അതേപോലെ തന്നെ ഹദീസിൽ റമദാനിനെ കുറിച്ച് ഷഹ്റു സുബ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷമയുടെ മാസമാണ് എന്ന്. അപ്പൊ നമ്മൾ ഒരുങ്ങണം. പുതിയ കാലം നമുക്കറിയാം, മനുഷ്യരൊക്കെ അക്ഷമരായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, കഴിഞ്ഞ 2 ഖുതുബകളിൽ പറഞ്ഞതുപോലെ മക്കളുമായി ബന്ധപ്പെട്ട പാരന്റിങ്ങിൽ എന്തിനേറെ ഒരു വാട്സപ്പിൽ വന്ന മെസ്സേജ്, വോയിസ് പോലും വേഗത്തിലാക്കിക്കൊണ്ട് 1.5 മിനിറ്റ് 2 മിനിറ്റ് എന്ന നിലക്കൊക്കെ 60 സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ട് കേട്ടു തീർക്കാൻ പറ്റുന്ന വിധത്തിൽ സ്പീഡിലൂടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളും സാമൂഹിക കുടുംബജീവിതവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് പിടിച്ചൊരു സമയമാണ്. മനുഷ്യന് അവധാനത ആവശ്യമുണ്ട്, ക്ഷമയും സഹനവും ആവശ്യമുണ്ട്. വരാനുള്ള ഒരു മാസം നമുക്ക് ശാരീരികമായും മാനസികമായും ആത്മീയമായും ക്ഷമയുടെ സഹനത്തിന്റെ പരിശീലന മാസമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ, ലൈംഗികത കുറച്ചു കഴിഞ്ഞാൽ, നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ക്ഷമ താനെ കടന്നു വരും. തീർച്ചയായും നമ്മൾ ആ വഴിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതും ഈ കാലഘട്ടത്തിന്റെ തേട്ടമാണ്. അതേപോലെ തന്നെ ഷഹ്റുൽ മഗ്ഫിറത്തി വത്തൗബ, പാപമോചനത്തിന്റെയും ഇസ്തിഗ്ഫാറിന്റെയും മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനു വേണ്ടിയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കാരുണ്യവാനായ നാഥനിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് പാപമോചനം തേടുകയാണ്.
കഴിഞ്ഞ 11 മാസക്കാലയളവ്, അതല്ലെങ്കിൽ ഈ മാസത്തോടുകൂടി കഴിയാനിരിക്കുന്ന 11 മാസക്കാലയളവിൽ നമ്മുടെ മനസ്സും ശരീരവും സമ്പത്തും സഹവാസവും സംസ്കാരവും സംസാരവും സമീപനങ്ങളും തെറ്റുകുറ്റങ്ങളിലൂടെ കയറിയിറങ്ങി പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടണം. നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തും. എന്നാലും ഒരുക്കത്തിന്റെ ഭാഗമായി മനുഷ്യർക്കിടക്ക്, കുടുംബത്തിനിടക്ക്, അയൽപ്പക്കങ്ങൾക്കിടക്ക് തെറ്റുകുറ്റങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ പൊരുത്തപ്പെടിക്കൽ പടപ്പുകൾക്കിടക്ക് നിർവഹിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ വിശുദ്ധമായ മനസ്സുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹീത മാസത്തിലേക്ക് പ്രവേശിച്ച് ചൈതന്യമുള്ള നിഷ്കളങ്കമായ നിഷ്കപടമായ മനസ്സ് സമ്പാദിക്കാൻ വീട് വൃത്തിയാക്കുകയാണ്, നനച്ചുകുളി നടത്തുകയാണ്, പള്ളികൾ പെയിന്റ് അടിക്കുകയാണ്, എല്ലാ നിലക്കും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ മാസത്തെ ആതിഥേയത്തെ അതിൻ്റെതായ രൂപത്തിലാക്കി തീർത്ത് വരവേൽക്കുന്നതിന് എതിരല്ല. അതൊക്കെ നമ്മൾ നിർവഹിക്കണം. അതിൻ്റെ കൂടെ മാനസികമായ വിശുദ്ധി കൂടി കൈവരിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ വിശുദ്ധി നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. പൊരുത്തപ്പെടേണ്ടത് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. ബന്ധങ്ങൾ വിച്ഛേദിച്ച് എഴുത്തിക്കാഫിരുന്നത് കൊണ്ട് കാര്യമില്ല. മാതാപിതാക്കളുമായി സംസാരിക്കാതെ തറാവീഹിന് പങ്കെടുത്തത് കൊണ്ട് കാര്യമില്ല. അതേപോലെ കുടുംബ ബന്ധങ്ങളുടെ കണ്ണികൾ തകർത്തെറിഞ്ഞ് പള്ളിയിലേക്ക് ജമാഅത്തിന് പങ്കെടുത്തത് കൊണ്ട് കാര്യമില്ല. വെറും പട്ടിണിയായി നോമ്പിന്റെ പകല് മാറ്റപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഒന്നാക്കുക. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, സ്നേഹത്തോടുകൂടി സംസാരിക്കുക. നമ്മൾ നിർവഹിക്കുന്ന റമളാനിലെ അമലിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണം. റയ്യാൻ വഴി സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സാമ്പത്തിക രംഗത്തും ശ്രദ്ധിക്കണം. നമ്മൾ ബഹുസ്വര സമൂഹത്തിലാണ്, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം അല്ല. അതുകൊണ്ട് എല്ലാം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള പലിശകൾ ഉണ്ടായിത്തീരും. സാമ്പത്തിക രംഗത്ത് തസ്കിയത്തിന് വേണ്ടി സ്റ്റേറ്റ്മെന്റുകൾ എടുക്കണം ഈ മാസം തന്നെ. എന്നിട്ട് പലിശകൾ അതിൽ നിന്ന് മാറ്റി നിർത്തണം. നെല്ലും പതിരും വേർതിരിക്കണം. 5 രൂപ, 15 രൂപ, 67 രൂപ, 155 രൂപ, 1211 രൂപ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ റമളാനിന് ശേഷം ഈ റമളാനിന്റെ മുന്നോടിയായി ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഹറാമായ പലിശ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. അതങ്ങനെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി 3455 രൂപ പലിശയാണ്. അതങ്ങ് മാറ്റുക. അതോടുകൂടി സാമ്പത്തികമായ ശുദ്ധീകരണവും നമുക്ക് വരുത്താൻ സാധിക്കുകയാണ്. അതേപോലെ ഈ മാസത്തെക്കുറിച്ച് ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാണ്, ക്ഷേമപ്രവർത്തനത്തിന്റെ മാസമാണ്. നമ്മുടെ സമ്പത്തിന്റെ വിഹിതം ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി, അശരണരായ ആളുകൾക്ക് വേണ്ടി എത്രത്തോളം ഞാൻ നീക്കിവെക്കണം, എൻ്റെ സക്കാത്തിൽ നിന്ന്, എൻ്റെ സ്വതക്കയിൽ നിന്ന്, കുടുംബസമേതം ഭാര്യയുമൊത്ത് മക്കളുമൊത്ത് അതൊക്കെ നമ്മൾ ചർച്ച നടത്തണം. പടച്ച റബ്ബിലേക്ക് അങ്ങനെ അടുക്കുന്നതിനനുസരിച്ച് പടപ്പുകളിലേക്ക് കൂടി ഇറങ്ങിത്തിരിക്കുന്നതാണ് ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി, ഇസ്ലാമിക ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ പരിശീലനം ഈ ഒരു മാസക്കാലയളവ് കൊണ്ട് ഇസ്ലാമിക ഉമ്മത്ത് പ്രത്യേകം നേടിയെടുക്കാൻ വേണ്ടി ഈ മാസത്തെ ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസം, എംപതറ്റിക് ഷഹർ മന്ത് എന്ന് പ്രത്യേകം പരാമർശിച്ചത്. അതേപോലെ ഈ മാസത്തെ കുറിച്ച് ഹദീസുകൾ ധർമ്മസമര പോരാട്ടം നടന്ന മാസം, വിജയത്തിന്റെ മാസമാണ്. പല ആകുലതകളും ആശങ്കകളും ഒക്കെ ആഗോളതലത്തിലും ദേശീയ തലത്തിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും പരിസരങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിലും ഈ മാസം ഇസ്ലാമിക ഉമ്മത്തിന് പ്രതീക്ഷയാണ്. ബദർ നടന്ന, ഖന്തക്ക് നടന്ന, ഫത്ഹ് മക്ക വിജയം നടന്ന മാസമാണ്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ ഇസ്ലാമികമായി അള്ളാഹുവിലേക്ക് അടുത്ത് തസ്കിയത്ത് നേടിയെടുത്ത് തൗഹീദ് ഉറപ്പുവരുത്തി തഖ്വയിലൂടെ അള്ളാഹിനെ സഹായിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളുടെ പാദത്തിന് പടച്ച റബ്ബ് സ്ഥൈര്യം നൽകുകയും ചെയ്യുമെന്നാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഭക്തിയും വിരക്തിയും സഹനവും ധർമ്മ സമരവും വിശുദ്ധ ഖുർആനിന്റെ അവതരണവും നിർണയത്തിന്റെ രാവും വളരെ വ്യത്യസ്തമാർന്ന വൈവിധ്യമാർന്ന സൽക്കർമ്മങ്ങൾ സമ്മേളിക്കുന്ന റമളാനിലേക്കാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതലൊക്കെ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. 11 മാസ കാലയളവ് നമ്മൾ ഇതാ ശരീരത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാനുള്ള ഒരു മാസം ആത്മാവിന്റെ ഭക്ഷണമാണ് ഒരുക്കേണ്ടത്. ആത്മാവിന്റെ ഭക്ഷണം ആത്മീയതയാണ്, ആരാധനകളാണ്, ദിക്ർ ദുആകളാണ്, തിലാവത്തുൽ ഖുർആനാണ്, തറാവീഹ് നമസ്കാരമാണ്, ക്ഷേമ പ്രവർത്തനങ്ങളാണ്, സഹജീവി സ്നേഹമാണ്, പശ്ചാത്താപമാണ്. ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാകട്ടെ ഈ മണിക്കൂറുകളിലും ദിനങ്ങളിലുമൊക്കെ നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الحمد لله الذي أنعمنا وأسعدنا بشهر رمضان المبارك وهو الذي أنزل القرآن في هذا الشهر العظيم والصلاة والسلام على القائل من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ഉച്ചരിച്ച് ആ കലിമത്ത് തൗഹീദിനോട് നീതി പുലർത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമം എല്ലാ സമയത്തും നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് പരീക്ഷാ കാലം, ഒരു അക്കാഡമിക് ഇയറിൻ്റെ ക്ലോസിംഗ് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലുമൊക്കെ പരീക്ഷകൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. പല പരീക്ഷകളും വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും അധ്യാപകരുമൊക്കെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയം കൂടിയാണിത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടിൽ 16 വയസ്സുള്ളൊരു കുട്ടി, +1 പ്രായക്കാരൻ, പത്രത്തിലെ ഫ്രണ്ട് പേജിൽ തന്നെ ആ റിപ്പോർട്ട് വായിക്കാനിടയായി. അവൻ വീട് വിട്ടിറങ്ങി സ്കൂളിലെത്തി. സ്കൂളിൽ അവൻ തൂങ്ങി മരിച്ചു എന്നാണ്. അതിൻ്റെ കാരണം അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ അധ്യാപകർ സ്വീകരിച്ചില്ല. വരാനിരിക്കുന്ന മോഡൽ പരീക്ഷയെക്കുറിച്ച് ആദ്യം ആശങ്കയും ഉണ്ടായി. വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടം. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പഠനം സമ്മർദ്ദമായി കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്, എഞ്ചിനീയറിംഗ് കോച്ചിങ് സെൻ്ററാണ്. ഒരു വർഷത്തിൽ മിനിമം 5-ലധികം ആത്മഹത്യയെങ്കിലും അവിടെ നടക്കാറുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പരീക്ഷാ കാലമാകുമ്പോൾ, ഒരു അക്കാഡമി ഇയറൊക്കെ അവസാനിക്കുമ്പോൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മക്കളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കുറിച്ച് വലിയ സ്വപ്നങ്ങളും സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ മക്കളെ വെറും ഒരു ജീവികളാക്കി, പണവും സ്റ്റാറ്റസിനും സമ്പാദ്യത്തിനും അഭിമാനത്തിനും വേണ്ടി മാത്രമുള്ള ജീവികളാക്കി നമ്മൾ മാറ്റാൻ പാടില്ല. വികാരമുള്ളവരും വേദനയുള്ളവരും സ്വത്വബോധമുള്ളവരും അവരുടേതായ സ്വപ്നങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മുടെ മക്കൾ എന്ന് മനസ്സിലാക്കണം. അവർക്ക് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കണം. ഈ സമയത്ത് കൃത്യമായ ലക്ഷ്യബോധം നിർണയിച്ചു കൊടുക്കണം. കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, ഭാരമാക്കി കൊടുക്കരുത്. ജീവിതത്തിൽ നിന്ന് അവർ ഒളിച്ചോടുന്നതിനെ പ്രതിരോധിക്കാൻ കഴിയണം. ക്ലാസ് റൂമുകൾക്കപ്പുറം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വെറും സിലബസുകളിലൂടെ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥകൾ ഇല്ലാതാക്കണം. കുട്ടികളുടെ ഉറക്കം, അവരുടെ ഭക്ഷണം, അവരുടെ വിശ്രമം. ഇസ്ലാമിക ഉമ്മത്ത് എന്ന നിലക്ക് നമ്മുടെ മക്കൾ SLC പരീക്ഷ, +2 പരീക്ഷ, ഡിഗ്രി പരീക്ഷ, ഏതൊക്കെ പരീക്ഷകൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഈ ദുനിയാവിലെ ഏതാനും ചെറു പരീക്ഷകൾ മാത്രമാണ്. അതിലൊക്കെ വിജയിക്കാൻ പാകത്തിലൂടെ തവക്കുൽ കൊടുക്കുക, പോസിറ്റീവ് സ്ട്രോക്കും എനർജിയും കൊടുക്കുക, പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പറയുക. മോനെ തവാക്കുൽ ഉണ്ടാകരുത്, തവക്കുൽ ഉണ്ടാകണമെന്ന് പറയുക. തവാക്കുൽ എന്ന് പറഞ്ഞാൽ നിസ്സംഗതയാണ്. പഠിച്ചോ നോക്കിക്കൊള്ളും എന്ന് പറയുക, അത് പാടില്ല. പഠിക്കേണ്ട സമയത്ത് പരമാവധി നിന്റെ ബുദ്ധി വെച്ച് പഠിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന നിലക്ക് തവക്കുലോടുകൂടി. തവാക്കുല് നിസ്സംഗതയാണ്. ഒന്നും പഠിക്കാതെ റബ്ബിൽ വരമേൽപ്പിച്ച് ഞാൻ അങ്ങ് വിജയിച്ചു കൊള്ളും എന്ന് പറയാം, അത് പാടില്ല. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ പടച്ച റബ്ബ് അങ്ങ് മദീനയിലേക്ക് എത്തിക്കുമെന്നല്ല വിചാരിച്ചത്. റൂട്ടൊക്കെ മാറ്റിപ്പിടിച്ച് ആസൂത്രണം നടത്തി വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കെടുത്തി. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സമയത്തും കൃത്യമായ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി തവക്കുൽ പഠിപ്പിച്ചു കൊടുക്കുക. ആസൂത്രണ വൈഭവങ്ങളും തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷകൾ നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ മക്കളാണ് അവര് എന്ന ബോധം ഉണ്ടാകണം. രക്ഷിതാക്കളുടെ ഇന്റലിജന്റ് കോഷ്യന്റ്, IQ തലം, കഴിവുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളൊക്കെ ഒരു കാലത്ത് ഒന്നുമില്ലാത്ത കാലായിരുന്നു എന്ന് പറഞ്ഞ് നിനക്കൊക്കെ പഠിക്കാൻ അവസരം കിട്ടി, എന്താ നീ പഠിക്കാത്തത് എന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷകളും സമ്മർദ്ദങ്ങളും ആക്കിയിട്ട് അവസാനം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യയിലേക്കും മാനസിക രോഗങ്ങളിലേക്കും അവസാനം കൗൺസിലിംഗ് സെന്ററുകളിലേക്കും ഒക്കെ കൊണ്ടുപോയി ഒരു കോഴ്സും വേണ്ട, മക്കളൊന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്ന നിലക്കുള്ള ഒരുപാട് അനുഭവങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾ, രക്ഷിതാക്കൾ സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ മക്കൾ ഇപ്പം നിലവിൽ അവർക്ക് ഓട്ടിസം ഇല്ല എങ്കിൽ, ഡിസേബിലിറ്റി ഇല്ല എങ്കിൽ, ഭിന്നശേഷി കുട്ടികളല്ല എങ്കിൽ
അൽഹംദുലില്ലാ എന്ന് പറയുക. എത്രയെത്ര രക്ഷിതാക്കൾ ന്യൂയോർക്ക് എന്ന് പറയുന്ന കൊയിലാണ്ടിൽ നെസ്റ്റ് എന്ന സ്ഥാപനത്തിലേക്ക് അവിടെ ഞങ്ങളുടെ ഒരു സംരംഭത്തിന്റെ ഭാഗമായി ഒരു യാത്ര പോയപ്പോൾ അതിന്റെ ഒരു ഡയറക്ടർ, അതിന്റെ ഒരു ഭാരവാഹി അനുഭവം പറഞ്ഞ് വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ അവിടേക്ക് വന്നുകൊണ്ട് പറയുക, എൻ്റെ മകന് ബാത്റൂമിൽ പോയി സ്വന്തമായി കാര്യം നിർവഹിച്ച് അങ്ങനെ തിരിച്ചു വരാൻ കഴിയുന്ന വിധത്തിലുള്ള എന്താ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക? എന്ത് തെറാപ്പിയാണുള്ളത്? എത്ര പൈസ വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാൻ റെഡിയാണ് എന്ന് പറയാൻ. അപ്പോൾ ഓരോ രക്ഷിതാക്കളും മക്കളെക്കുറിച്ച് നെയ്തെടുക്കുന്ന സ്വപ്നങ്ങൾ വിഭിന്നമാണ് എന്ന് അറിയണം. ആ സമയത്ത് മകൻക്കൊരു A+ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ 3 വട്ടം നീ ശ്രമിച്ചിട്ടും കിട്ടിയില്ലല്ലോ, എത്ര പണമാണ് നിനക്ക് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ആ രൂപത്തിൽ അലോസരപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം കൂടി ഇങ്ങനെയും കുറെ രക്ഷിതാക്കള് ഡിസേബിലിറ്റി സ്റ്റുഡൻസുമായി ഓട്ടിസം ബാധിച്ച മക്കളുമായിട്ട് വീടുകൾക്കുള്ളിൽ ഒരു നിക്കാഹും കളർഫുള്ളായ ജീവിതവുമില്ലാതെ അവർക്ക് വേണ്ടി തളച്ചിടപ്പെട്ട ജീവിതങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഏതൊക്കെ രൂപത്തിൽ അവര് പിന്നാക്കം നെഗറ്റീവ് പോകുന്നുണ്ടെങ്കിലും പോസിറ്റീവ് കൊടുക്കുക. തോമസ് എന്ന് പറയുന്ന കുട്ടി മിഷിഗൺ സ്കൂളിൽ 3 മാസമാണ് സ്കൂളിൽ ചേർന്ന് പഠിക്കണത്. ആ 3 മാസത്തിനുള്ളിൽ തന്നെ അധ്യാപകര് ലെറ്റർ കൊടുക്കുകയാണ്, അമ്മക്ക് കൊടുക്കണമെന്ന്. തോമസ് ആ ലെറ്റർ കൊണ്ടുവന്ന് അമ്മക്ക് കൊടുക്കുകയാണ്. അമ്മ അത് വായിക്കുകയാണ്, വല്ലാത്ത മുഖഭാവം. അപ്പൊ മകൻ ചോദിക്കണം എന്തേന്ന്. പെട്ടെന്ന് പുഞ്ചിരിച്ച് പറയാണ്, മോനെ നിനക്ക് അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, നീ അസാമാന്യ ബുദ്ധിശാലിയാണ്, നിനക്ക് പഠിക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയും നിന്നെ പഠിപ്പിക്കാൻ പാകത്തിലുള്ള അധ്യാപകരും ഈ സ്കൂളിലില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ ഇനി സ്കൂളിലേക്ക് അയക്കരുത്, നിങ്ങൾ തന്നെ ഗൈഡ് ലൈൻ കൊടുത്താൽ മതിയാകുന്നതാണ് എന്ന് അങ്ങനെ കത്ത് അടച്ചു വെച്ചു എന്നാണ്. വർഷങ്ങൾ പിന്നിട്ടു. തോമസ് ആൽവാ എഡിസണായി. ഫിലമെന്റ് കണ്ടെത്തിയ ബൾബ് കണ്ടെത്തിയിട്ടുള്ള തോമസ് ആൽവാ എഡിസണായി മാറി. ഒരിക്കൽ വീട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചു വെക്കുമ്പോൾ മേശ വലിപ്പിൽ നിന്ന് ഡയറി കിട്ടി. ആ ഡയറിക്കുള്ളിൽ നിന്ന് അമ്മക്ക് കൊടുത്തയച്ച പഴയ ലെറ്റർ കിട്ടി. ആ ലെറ്റർ എഡിസൺ ഇങ്ങനെ വായിക്കുകയാണ്, നിങ്ങളുടെ മകനെ ഇനി ദയവ് ചെയ്ത് നിങ്ങൾ സ്കൂളിലേക്ക് അയക്കരുത്, അവൻ മണ്ടനാണ്, അവന് ബുദ്ധിഭ്രമം ബാധിച്ചവനാണ്, മറ്റു കുട്ടികളുടെ പഠനത്തെ കൂടി ബാധിക്കും, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിർത്തിയാൽ മതി എന്ന് പറയാൻ അമ്മ നേരെ മറിച്ചാ പറഞ്ഞു കൊടുത്തത്. പിന്നീട് അതിൻ്റെ താഴെ എഡിസൺ എഴുതി വെച്ചു എന്നാണ്, എൻ്റെ അമ്മയാണ് ധീര വനിത, എന്നെ ജീനിയസ് ആക്കിയതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മയാണ് എന്ന്. നമ്മളാണെങ്കിൽ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളെ കുറിച്ച് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇതേ ഞാൻ പ്രതീക്ഷിക്കുള്ളൂ, എനിക്ക് ഇതിനും കഴിയില്ല, നീ വിഡ്ഢിയാണ്, മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് നമ്മുടെ മക്കൾ ഒരു പരീക്ഷയിൽ പതറിയതിന്റെ പേരിൽ അവരെ ഒന്നുമല്ലാതാക്കുന്ന എത്രയോ രക്ഷിതാക്കള്. ഞങ്ങളുടെ നാട്ടിലെ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിന് ഗസ്റ്റായി ഉദ്ഘാടകനായി കഴിഞ്ഞ ഞായറാഴ്ച വന്നത് ആസിം വെളിമണ്ണയാണ്. കോഴിക്കോട് ജില്ലക്കാരനാണ്. അവനക്ക് ഒരു കാല് മാത്രമാണ് ഉള്ളത്, 2 കൈയില്ല. ആസിം വെളിമണ്ണയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുവരാറുണ്ട്. ആസിം വെളിമണ്ണ കഴിഞ്ഞ വർഷമാണ് SLCയിൽ മികച്ച വിജയം കൈവരിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ പ്രയാസം കൊണ്ട് പഠനം തുടരാൻ കഴിഞ്ഞില്ല. പിന്നെ നേരിട്ട് 10ാം ക്ലാസ്സാണ്. ആസിം ഇന്ന് മോട്ടിവേഷൻ സ്പീക്കറായി മാറിയിട്ടുണ്ട്. അവന് ഗോൾഡ് മെഡല് നീന്തൽ മത്സരത്തിൽ, ദേശീയ മത്സരത്തിൽ 3 ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ്. വിവിധ സദസ്സുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമല്ലാതാകും എന്ന് വിചാരിച്ച ആസിം ഇന്ന് ആ മാതാപിതാക്കൾക്കും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ എല്ലാമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലാണ്. ആ ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്നപ്പോൾ അതിന്റെ അംബാസഡർ ഗാനിം മുഫ്തയായിരുന്നു. ആരാ ഗാനിം മുഫ്ത? ആ ഉമ്മാക്ക് ഇരട്ട കുട്ടികൾ ജനിക്കാൻ പോകുക. ഡോക്ടർ പറഞ്ഞു, ഒരു മകനെ ഉരക്ക് താഴെ അഥവാ നട്ടല് വളർച്ച ഇല്ലാതാകുന്ന പ്രത്യേകതരം ജനിതക രോഗം ബാധിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ഓക്കെയാണ്, മറ്റു കുഞ്ഞിനെ ഒഴിവാക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുക. ഞാനവന്റെ വലതുകാലാകുമെന്ന് പിതാവും ഞാനവന്റെ ഇടതുകാലാകുമെന്ന് മാതാവും, മാതാപിതാക്കൾ 2 കാലുകളായി മാറാൻ ആ ഗാനിം ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഗാനിം മുഫ്ത സ്കൂബ ഡൈവിംഗ് നടത്തും, ഫുട്ബോൾ കളിക്കും. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് ഗാനിം മുഫ്ത കഴിഞ്ഞ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പിന്റെ കാൽപന്ത് കളി എന്ന മാസ്മരിക ലോകത്തിന്റെ അംബാസഡറായി മാറി എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റൂല. 15ാമത്തെ വയസ്സിലും 10ാം വയസ്സിലും 4ാം വയസ്സിലും ഒക്കെ മരിച്ചു പിരിയുന്ന കുഞ്ഞാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. വലിയ ബുദ്ധിമുട്ടായി തീരുമെന്ന് പറയുന്ന ആ കുഞ്ഞ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. വിവിധ തരത്തിലുള്ള
കഴിവുകളുണ്ട് എന്നാണ്. പറയുന്നത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മുടെ അനുഭവങ്ങളിലേക്ക്, വായനകളിലേക്ക്, കാഴ്ചകളിലേക്ക് എത്തിച്ചേരും. ആ കാഴ്ചകളൊക്കെ കാഴ്ചപ്പാടുകളായി മാറുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ മക്കളുടെ പഠനവും നമ്മുടെ കുടുംബവും പാരന്റിങ്ങും ഒക്കെ എത്രമേൽ ഹൃദ്യമായി തീരുമെന്ന് നമ്മൾ ആലോചിക്കണം. ആ രൂപത്തിൽ നമ്മൾ മക്കളിൽ നിന്നൊക്കെ പല രൂപത്തിലാണ് പ്രതീക്ഷകൾ ഉണ്ടാകേണ്ടത്. സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതും അവർക്ക് കൊടുക്കേണ്ട സ്ട്രോക്കുകളും ആ രൂപത്തിലായിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനും പഠിപ്പിക്കുന്നത്. എവിടെയും നന്മ പറയുക, പോസിറ്റീവ് പറയുക, എനർജി കൊടുക്കുക എന്നുള്ള നിലക്കാണ് ആയത്തുകളും ഹദീസുകളും അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ ഈ അധ്യയന കാലയളവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ബന്ധങ്ങളിലെ വിവിധ ദൗത്യങ്ങളെ, അമാനത്തുകളെ, മകള് മകന്, ഭാര്യ ഭർത്താവ്, മാതാവ് പിതാവ്, വല്യുമ്മ വല്യുപ്പ, അയൽവാസി, വിശ്വാസി വിശ്വാസിനി എന്ന നിലക്ക് ജീവിതയാത്രയിൽ ഏറ്റെടുക്കപ്പെടുന്ന വഴികളിലെ വിവിധ ദൗത്യങ്ങൾ അള്ളാഹുവെ അതെല്ലാം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവർക്ക് ബാധ്യതയാകാത്ത രൂപത്തിൽ, മറ്റുള്ളവർക്കെല്ലാം പ്രതീക്ഷയാകുന്ന വിധത്തിൽ ഓരോ അമാനത്തുകളെയും നിറവേറ്റാനും ഞങ്ങൾക്കും മക്കൾക്കും ഇണകൾക്കും മാതാപിതാക്കൾക്കും വിശ്വാസി സമൂഹത്തിന് നീ ഉത്ബുദ്ധത നൽകണമേ നാഥ. അള്ളാഹുവെ, മരിക്കുന്നത് വരെ തൗഹീദി ബോധത്തോടെ, തസ്കിയത്തോടെ, തർബിയത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള ഹിദായത്ത് നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ നാഥ. മരണപ്പെട്ടവർ, മാതാപിതാക്കൾ, അവർക്ക് നീ മഗ്ഫറത്ത് നൽകണമേ നാഥ. കുടുംബ ബന്ധുക്കൾ, വസിയത്ത് പറഞ്ഞവർ, ഇളമ്പിലാട് റസാഖ് മാസ്റ്ററുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബ ബന്ധുക്കളിലും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിലേക്ക് ആരോഗ്യത്തോടെ, ആയുസ് ദൈർഘ്യത്തോടെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ നാഥ. ഞങ്ങൾ അനുഗ്രഹീതമായ റമളാനിനെ സമാധാനത്തോടുകൂടി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അഭയാർത്ഥികൾക്കും റമളാൻ വരാനുണ്ട്. ഫലസ്തീനിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും റമളാൻ വരാനുണ്ട്. അള്ളാഹുവെ, സമാധാനപൂർണമായ സ്നേഹത്തിന്റെ പ്രതീക്ഷയുടെ റമളാനാക്കി തീർക്കണമേ നാഥ. ധന്യതയുടെ നിമിഷങ്ങൾ അവർക്ക് നീ നൽകണമേ നാഥ. അവരുടെ പോരാട്ടങ്ങളെയൊക്കെ നീ വിജയിപ്പിക്കണമേ നാഥ. ഈ റമളാനിനെ കണ്ടുമുട്ടാൻ കഴിയാതെ മരണപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകി സ്വർഗീയ സൽക്കാരം പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين، اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر وشتت ومزق أعداءك وأعداءنا وأعداءهم وأعداء السلم والسلام والإسلام والتعايش والعدل والإنسانية والمسجد الأقصى. ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകൾ നൽകാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം നൽകാവുന്നത്.